നമ്മൾ കൽക്കട്ടയിലൂടെ എത്തി ഇറക്കി ഏകദേശം പകുതി ആയിരുന്നു. മാവാണെങ്കിലും ഏത് ഐറ്റം ആണെങ്കിലും കൽക്കട്ടയിൽ നിന്ന് വരുമ്പോൾ അതേപോലെ എടുത്തു പോലും വളരെ അബദ്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചെടികൾ നമുക്ക് നഷ്ടപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ട് പോയതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ, അതായത് കവർ മാറ്റി വെച്ചാൽ സെറ്റാക്കിയതിന് ശേഷം കൊടുക്കുമ്പോൾ എന്താ കൊണ്ടുപോകുന്ന കസ്റ്റമർക്ക് എന്തായാലും അത് നഷ്ടപ്പെട്ടു പോകില്ല. അതാണ് നമ്മൾ നോക്കേണ്ടത്. ബ്ലാക്ക് ഡയമണ്ട് ആ ലോഡിൽ വന്ന് അന്ന് വന്നെന്ന് മാറ്റിക്കൊണ്ട് കണ്ട അതിന്റെ മാറ്റം കണ്ടോ, നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഫ്ലവർ വരെ ഉണ്ട് ഇതിലൊക്കെ കണ്ട, പുതിയ ബ്രാഞ്ചസ് വന്നു. അപ്പോൾ ഇത് നമ്മൾ ആരും കൊടുക്കാത്തൊരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് 400 രൂപക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതൊരു ഓഫർ റേറ്റില് ഈ വീഡിയോ വന്നിട്ട് ഒരു മാസത്തേക്ക് കൊടുക്കാണ്ടാവോ? ഒരു മാസത്തേക്ക് കൊടുക്കാം. എത്രയ്ക്ക് കൊടുക്കാം? 1300 രൂപ കൊടുക്കാം. 1300 രൂപയ്ക്ക് കൊടുക്കല്ലേ? 6 മാസം കൊണ്ട് കായ്ക്കും എന്തായാലും, ഷുവർ ആണ്. കാരണം ഇതിൽ നിന്ന് കായ്ച്ചതെല്ലാം പെറുക്കിയെടുത്ത് പോയതാ. ഞാൻ റഷീദ് മലപ്പുറം, റസീൻ എക്സോട്ടിക്. ഞാനിപ്പോൾ നമ്മളെ ഏകദേശം എല്ലാ ഐറ്റം മാവുകൾ, അതായത് ഓരോ വീട്ടിലുള്ള നല്ല നല്ല ഐറ്റങ്ങൾ മാവുകൾ പലരും പറഞ്ഞിട്ട് അവിടെയൊക്കെ പോയിട്ട് കട്ടിങ് എടുത്ത് കൊടുത്തിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട്. അതേപോലെ ബട്ടറുകൾ, നല്ല ബട്ടറുകൾ, വലിയ ഓൾ സീസണായിട്ട് കായ്ക്കണത്, അതേപോലെ വലിയ ബട്ടർ, ടേസ്റ്റുള്ള ബട്ടറൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കമ്പെടുത്തിട്ട് ഇവിടെ കൊണ്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും വീട്ടിൽ നല്ല ബട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കമ്പെടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ചെയ്തിട്ട് കുറച്ച് തൈകൾ നിങ്ങൾക്കും തരാം. നല്ല കൈകൾ നമുക്കിവിടെ വിൽപ്പന നടത്തുകയും ചെയ്യാം. ഇത് നമ്മുടെ പ്രൊഡക്ഷൻ്റെ ഒരു യൂണിറ്റ് ആണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് മൾട്ടിയാണോ? ഇത് മൾട്ടിയാണ്. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ എല്ലാവർക്കും മാവുകൾ മൾട്ടി ചെയ്തിട്ടാണ് ആവശ്യം. അപ്പോൾ നമ്മളൊരു കൂടുതൽ വെറൈറ്റി ഒന്നിൽ ചെയ്യണമല്ലോ, എല്ലാത്തിലും ഒരു 3 വെറൈറ്റിയെ ചെയ്യണുള്ളൂ. അതാകുമ്പോൾ എന്താ വെച്ചാൽ അത് ഒരേപോലെ വളർത്തി നിന്നിട്ട് നമുക്ക് ഒരേപോലെ വളർത്തി കഴിഞ്ഞാൽ എല്ലാം മാവ് ഒരേപോലെ കായ്ക്കും. ഫ്രണ്ടിൽ ഇത് വെരിഗേറ്റഡ് മാവാണ്. വെരിഗേറ്റഡ് ആണോ? ഇത് വെരിഗേറ്റഡ് ചെയ്തിട്ടുണ്ട്. അവിടെ തൈകൾ ധാരാളമായിട്ടുണ്ടല്ലോ. കണ്ടോ, ഇത് കറക്റ്റ് വെരിഗേറ്റഡ് ആണ്. കണ്ടോ ഇതിന്റെ ലീഫ് കണ്ടോ, ഇതൊക്കെ മാവാണ്. കണ്ടോ ഇതൊക്കെ നമ്മള് മല്ലിക, നമ്മളെ തോട്ടത്തിലില്ലേ മല്ലിക, കാഴ്ച മല്ലിക, അതിന്റെ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്തല്ലോ. അതിന്റെ തൈകള് റെഡി ആയതാണിത്. മല്ലികയാണ് ഇത് മൊത്തം. ഇത് നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ നാട്ടിൽ കായ്ക്കുന്നു പറഞ്ഞിട്ട് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റുന്നു. അതേപോലെ നമ്മൾ ഇവിടെ തന്നെ എടുത്തൊരു വലിയൊരു ബട്ടറിന്റെ തൈകളാണ്. ഇതൊക്കെ പിടിച്ചു വരും കേട്ടോ. കണ്ടോ ബട്ടറാണിത്, അവക്കാഡോ. നമ്മളെ നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കാഴ്ച മരങ്ങളിൽ നിന്ന് തൈ എടുത്തിട്ട് കമ്പെടുത്ത് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ പിന്നെ മിയാസാക്കി മാവ്, അതായത് മിയാസാക്കി ഒറിജിനൽ അല്ല, എന്തായാലും നമ്മളെ നാട്ടിൽ ആ മാങ്ങ ഒരുപാട് ആൾക്കാർക്ക്, ചില ആളുകളിൽ നിന്നൊക്കെ കിട്ടിയത് പലയിടത്തുനിന്നും പലരും അഭിപ്രായം പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ പിന്നെ പല സ്ഥലത്തു നിന്ന് മാറി പോകുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഇവിടെ ഉള്ള ഒരു മരത്തിൽ നിന്ന്, അതായത് ഞാൻ കൊടുത്തൊരു മരം തന്നെയാണ്, അവിടെ നിറയെ കായ ഉണ്ടായിരുന്നു. അതിമന്ന് കമ്പെടുത്തിട്ട് ചെയ്തതാണ് ഈ കണ്ടത്. അതുകൊണ്ട് എല്ലാം ഇപ്പോൾ എല്ലാം റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മള് മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള സെയിം. പക്ഷെ ഇതെന്താ പറയുക, ധൈര്യമായിട്ട് കൊടുക്കാം. ഇത് മാറൂല, ഒരിക്കലും മാറൂല. മിയാസാക്കി ഒറിജിനലാണ്. ഒറിജിനൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ത്യയിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള മിയാസാക്കിൻ്റെ ഒറിജിനൽ. കണ്ടോ പൂവോട് കൂടിയിട്ടുള്ള അബിയോ കേട്ടോ, ഉണ്ടല്ലേ. ഇതൊക്കെ നിറയെ പൂവുണ്ട്, അത്യാവശ്യം ഹൈറ്റും ഉണ്ട്. ഇതൊക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? ഇതൊക്കെ നമുക്കൊരു 1100 രൂപ കൊടുക്കാം. ഇത്ര ഹൈറ്റ് ഉള്ളത്. അപ്പൊ അബിയുടെ തൈകളുണ്ടോ, പല സൈസിലുള്ളതുണ്ട്. 100 രൂപ മുതൽ അബിയുടെ തൈകളുണ്ട് കേട്ടോ. ഇതൊക്കെ സൈസ് ചെറുതിൽ 100 രൂപ മുതലുണ്ട്, 150-നുണ്ട്. ഇതൊക്കെ നല്ല ബുഷായ തൈകൾ. ഇതൊക്കെ ഒരു 300 രൂപ കൊടുക്കണം. വലിയ തൈകളാണ്, നല്ല ബുഷായ തൈകളാണ്. ഇതൊക്കെ വെച്ചാൽ നമുക്ക് റിസൾട്ട് ഒരു വർഷം അല്ലെങ്കിൽ 2ാമത്തെ വർഷം എന്തായാലും കിട്ടും. ഇതാണ് കൽക്കട്ട പാട്ടി ലെമൺ എന്ന് പറഞ്ഞാൽ നല്ല കായ പിടുത്തുള്ള ലെമണാണിത്. ഉണ്ടല്ലേ, ഇഷ്ടംപോലെ. കൽക്കത്തയിൽ നിന്ന് വന്നാ നല്ല തൈകളുണ്ടോ, ചെറിയ തൈകളല്ല. ഇതിന്റെ ചെറിയ തൈകളുണ്ട്, കാണിക്കട്ടോ. അപ്പൊ ഇതൊക്കെ എങ്ങനെ നമ്മൾ? ഇതൊക്കെ നമുക്കൊരു 150 രൂപ കൊടുക്കാം. 150 രൂപയ്ക്ക് കൊടുക്കാം. വലിയ തൈകൾ കേട്ടോ, ചെറുതല്ല, അതേ വലിയ തൈകളാണ് കേട്ടോ. കായ ഉണ്ടല്ലേ, എല്ലാത്തിലും കായ ഉണ്ട്. പിന്നെ അതിന് ചെറുതുണ്ട്, 50 രൂപ കൊടുക്കണൊക്കെ ഉണ്ട് കേട്ടോ. ഇതുണ്ട് വിയറ്റ്നാം മാൾട്ട, ചെറിയ തൈകള്. ഓക്കെ, ഇത് നമ്മൾ 100 രൂപ ഒക്കെ കൊടുക്കണം കേട്ടോ. ഈ ഒരു സൈസിലുള്ള വിയറ്റ്നാം മാൾട്ട. അതൊന്ന് കവർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി തൈയാവും. പക്ഷെ നമ്മൾ എന്താ വെച്ചാൽ കൂടുതലും കവർ മാറ്റിയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഡയറക്റ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ ഒരു 50 രൂപയൊക്കെ കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ കേടുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൊണ്ടുപോകണം ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ എന്തായാലും ഇതൊരു 100 തൈ ഉണ്ടെങ്കിൽ ഒരു 20 തൈയെങ്കിലും ഇതിന്ന് പോകും. അപ്പൊ അതിന്റെ കേടൊക്കെ കഴിഞ്ഞിട്ടുള്ള ജനങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അതേ കാര്യം ഒന്നും കൂടി ബെസ്റ്റ്. ഒരു 50 രൂപ കൂടിയാലും ഏറ്റവും നല്ലതാണ്. മറ്റേത് വാങ്ങിക്കൊണ്ടാണ് ആളെടുത്ത് ചിലപ്പോൾ പോവില്ല. അതെ. ഇത് ആ മാവുകൾ കണ്ടില്ലേ, ഇതിലിപ്പോ പിന്നെ ബനാന ഉണ്ട്, ആർട്ടിയൂറ്റ് ഉണ്ട്, അതേപോലെ കാട്ടിമോൻ ഉണ്ട്, പിന്നെ അതേപോലെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ 200 രൂപയുള്ളൂ കേട്ടോ. എല്ലാ മാവുകളും 200 രൂപയുള്ളൂ. നല്ല നല്ല മാവുകളുണ്ട്. ഒന്ന് ബനാന, ഒന്ന് കാട്ടിമോന്, ഒന്ന് ആർട്ടിയൂറ്റു,
പിന്നെ മിയാസാക്കി. അപ്പോൾ ഇതാണ് നമ്മളെ പേരകൾ ഇട്ടോ കണ്ടോ, ഇതാണ് ജാർവി റെഡ് എന്ന് പറയുന്നത്. ജാർവി റെഡ് ഇത് കൽക്കട്ടന്ന് വന്ന വരവാട്ടോ, അതേ ഇരുത്താണ് അതേ ഇരുത്തിരിക്കാണ്. ഇത് പിന്നെ ബ്ലാക്ക് ഇപ്പത്തെ തരംഗമുള്ള ബ്ലാക്ക് ഡയമണ്ട്. അപ്പൊ ഇത് നമുക്ക് കവർ മാറ്റാത്ത തൈകളാണ്. ഇത് കവർ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മള് കവർ മാറ്റി വെച്ച തൈ ഇപ്പൊ തെളിഞ്ഞ തൈകളെ നമ്മള് 400 രൂപ കൊടുക്കുന്നത്. ഇങ്ങനെ ഈ കവർ മാറ്റാതെ ഇതേപോലത്തെ കണ്ടീഷനിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 350 രൂപ കൊടുക്കാം. 350 രൂപ കൊടുക്കാം. ഇതിലൊക്കെ പൂവുണ്ടോ, കണ്ടോ പൂ വന്ന സാധനങ്ങളാ കണ്ടോ, കണ്ടോ അവിടെയൊക്കെ പൂ വന്നുണ്ടോ. ഇത് 2 ദിവസം കൊണ്ട് മാറ്റും, എല്ലാം കവർ ചേഞ്ച് ആക്കും. അതേമാതിരി വൈറ്റ് ഡയമണ്ട് വന്നിട്ടുണ്ട്. അതെങ്ങനെ കൊടുക്കണേ? ഇത് പിന്നെ ഇപ്പൊ വൈറ്റ് ഡയമണ്ട് ഈ ലെവലിൽ കൊടുക്കണെങ്കിൽ 150 രൂപക്ക്. ഇത് കവർ മാറ്റിയിട്ടാണ് 200 രൂപയ്ക്ക്. ഇപ്പൊ ഈ കവർ മാറ്റി കിട്ടുമ്പോ ഒന്നും കൂടി ക്വാളിറ്റി കൂടണം. മാത്രല്ല എല്ലാ കംപ്ലൈന്റും തീർത്തിട്ട് ഞങ്ങൾ കൊടുക്കുള്ളൂ. ഇതിപ്പോ എന്താ പറയുക, ഇതിൽ ചിലപ്പോൾ കൊണ്ടുപോയാൽ ചില ആൾക്കാർ പോയി എന്നൊക്കെ വരും. അതായത് കൽക്കട്ടയിൽ ഇറങ്ങിയ അതേ ഇരുത്തിരും. അത് മാവാണെങ്കിലും ഏത് ഐറ്റം ആണെങ്കിലും കൽക്കട്ടയിൽ നിന്ന് വരുമ്പോൾ അതേപോലെ എടുത്തു പോലും വളരെ അബദ്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചെടികൾ നമുക്ക് നഷ്ടപ്പെടുന്ന സംഭവമാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ട് പോയതൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ, അതായത് കവർ മാറ്റി വെച്ചാൽ സെറ്റാക്കിയതിന് ശേഷം കൊടുക്കുമ്പോൾ എന്താ പറയുക, കൊണ്ടുപോകുന്ന കസ്റ്റമർക്ക് എന്തായാലും അത് നഷ്ടപ്പെട്ടു പോകില്ല. അതാണ് നമ്മൾ നോക്കേണ്ടത്. ബ്ലാക്ക് ഡയമണ്ട് ആ ലോഡിൽ വന്ന് അന്ന് വന്നെന്ന് മാറ്റിക്കൊണ്ട് കണ്ട അതിന്റെ മാറ്റം കണ്ടോ, നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ. ഫ്ലവർ വരെ ഉണ്ട് ഇതിലൊക്കെ കണ്ട, പുതിയ ബ്രാഞ്ചസ് വന്നു. അപ്പോൾ ഇത് നമ്മൾ ആരും കൊടുക്കാത്തൊരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് 400 രൂപക്കാണ് കൊടുക്കുന്നത്. ഇഷ്ടംപോലെ തൈകളുണ്ട്, നിങ്ങൾ കണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ചെറിയ തൈകളുണ്ട്, വലുതുമുണ്ട്. 350 രൂപേൻ്റെ തൈയുണ്ട്. ഇനി ചിലപ്പോൾ ചില സമയത്ത് ഇതൊക്കെ ആയി വന്നതിന് ശേഷം ചിലപ്പോൾ ഇത് ഓഫറിൽ കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കണ്ടീഷൻ 400 രൂപ. അതിൻ്റെ മാർക്കറ്റിൽ നമ്മളാണത് കണ്ടോ, ഇതിലൊക്കെ പൂ വന്നുണ്ടോ, ഉണ്ടോ പൂവോട് കൂടെ. ഇത് 2 എണ്ണം 150 രൂപ. 2 എണ്ണം 150 രൂപ. അത്ര വരുള്ളൂ. ഒന്ന് തൈ എടുത്ത് കാണിക്കോ, സൈസ് ഒന്ന് കാണാനാ. ഇത് അത്യാവശ്യം 2 തൈ ഉണ്ടോ, ഇതാ 2 തൈകൾ. 2 തൈകൾ 150 രൂപ അല്ലേ? ഇതിൽ പൂവുള്ളതും കായുള്ളതും ഒക്കെ ഉണ്ട്, നോക്കിയിട്ട് കൊടുക്കാം. ഇത് വിയറ്റ്നാം മാൾട്ടി ഉണ്ട്, ഇന്ത്യൻ മൂസമ്പി ഉണ്ട്. 2 വെറൈറ്റി ഉണ്ട് കണ്ടല്ലോ. ഇതിപ്പോൾ നമുക്ക് ഇതേ കവറിൽ തന്നെ കൊടുക്കണമെങ്കിൽ 150 രൂപ കൊടുക്കാം കേട്ടോ. കവർ മാറ്റിയിട്ടാണെങ്കിൽ 200 രൂപ. അല്ലാതെ 150 രൂപ കൊടുക്കാം. ഇന്ത്യൻ മൂസമ്പി ഉണ്ട്, വിയറ്റ്നാം മാൾട്ടി ഉണ്ട്. നല്ല സൈസ് തൈകളാണ് കണ്ടോ, ഇഷ്ടംപോലെ തൈകളുണ്ട്. അതേപോലെ തന്നെ വിയറ്റ്നാം മാൾട്ടിൻ്റെ കുറച്ചുകൂടി വലിയ തൈകളാണ്. പക്ഷെ അതൊന്നും കൂടി ക്ലിയർ ആവാണ്ട്, കവർ മാറ്റി സെറ്റ് ആവാണ്ട്. ഇതിൻ്റെ കളറ് വെയിലത്ത് നിന്ന് വന്ന സംഭവമാണ്. എന്തായാലും ഇത് നന്നാക്കിയിട്ട് കൊടുക്കുക. ഇതൊക്കെ ഒരു 500 രൂപ വരുള്ളൂ. പക്ഷെ അടിപൊളി തൈകളാണ്. ഇതിലൊക്കെ കായുള്ളതുണ്ടായിരുന്നു, കായ്ക്ക് ഇവിടെ എത്തിയപ്പോൾ ചാടി പോയതാണ്. ഇതാണ് ഗോൾഡൻ നൈറ്റ് പേര. ഗോൾഡൻ നൈറ്റ് അല്ലേ? ഇപ്പൊ എല്ലാവരും ആവശ്യപ്പെടുന്ന സാധനം തന്നെയാണ് ഇതും, ഗോൾഡൻ നൈറ്റ്. ഇതെങ്ങനെ റേറ്റ്? ഇത് നമുക്ക് 150 രൂപ കൊടുക്കാം, സിംഗിൾ പീസ്. കവർ മാറ്റിയാണെങ്കിൽ 200. ഇല്ല, 150 രൂപ കവർ മാറ്റി. കവർ മാറ്റിയില്ലെങ്കിൽ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ജബോട്ടിക്കകളാണ് കണ്ടോ, ഇതൊക്കെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്ന ജബോട്ടിക്കകളാണ്. നമ്മളെ ഇന്ത്യയിൽ നിന്നുള്ളതല്ല, പുറത്തുനിന്ന് വന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്ടെന്ന് കായ വരും. ഏകദേശം ഒരു 6 മാസം കൊണ്ട് കായ വരുന്ന വെറൈറ്റികളാണിത്. റെഡ് ഹൈബ്രിഡ് ആണ് ഇത്. കാരണം എന്തായാലും റെഡ് ഹൈബ്രിഡിനെ കുറിച്ച് നമ്മൾ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, നല്ല മധുരമുള്ള സാധനമാണ്. ഇതൊക്കെ കണ്ടോ, ഇത്രയും ചെറുതാണ് കണ്ടോ, ഇത് നോക്കി കണ്ടോ, ഇതിൽ തന്നെ കായ വന്നു കണ്ടോ. കായുള്ളത് ഇന്നലെ ഒരു നഴ്സറിക്കാരൻ വന്ന് കംപ്ലീറ്റ് പൊറുക്കിയിട്ട് പോയതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതൊരു ഓഫർ റേറ്റിൽ ഈ വീഡിയോ വന്നിട്ട് 1 മാസത്തേക്ക് കൊടുക്കാണ്ടാവോ? 1 മാസത്തേക്ക് കൊടുക്കാം. എത്രയ്ക്ക് കൊടുക്കാം? 1300 രൂപ കൊടുക്കാം. 1300 രൂപയ്ക്ക് കൊടുക്കല്ലേ? 6 മാസം കൊണ്ട് കായ്ക്കും എന്തായാലും, ഷുവറാണ്. കാരണം ഇതിൽ നിന്ന് കായ്ച്ചതെല്ലാം പെറുക്കിയെടുത്ത് പോയതാ. അപ്പോൾ ഇതിൽ എന്തായാലും കായ്ക്കും എന്നുള്ള ഒരു സംശയമില്ല. ഇനി അതിനും കുറച്ചും കൂടെ വലിയ നല്ല തൈകൾ വേണമെന്നുണ്ടെങ്കിൽ ഇതാ കണ്ടോ, കണ്ടോ കായുണ്ടോ, എത്ര കായുണ്ട് നോക്കി ഉണ്ടാ. അതിലൊക്കെ കായുള്ളതാവും കേട്ടോ. ഇതാ ഇഷ്ടംപോലെ തൈകളുണ്ട്, നോക്കിക്കോളൂ. ഈ ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. ഇതാ ഇഷ്ടംപോലെ. ഇത് നമുക്ക് എത്രയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതൊക്കെ നമുക്ക് ഇതുണ്ടോ, ഇതിന്റെ തൈകളൊന്നും കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഇത് വരില്ല. അത്രയും ഹൈറ്റ് ഉള്ള നല്ല നല്ല കടവണ്ണം എന്താ കണ്ടോ, ഇതിന്റെ സൈസ് നോക്കി കണ്ടോ, അടിപൊളി തൈകൾ കേട്ടോ. ഒരുപാട് ഇതുണ്ടോ കണ്ടോ, സൈസ് തൈകളാണ്, മോശപ്പെട്ട തൈകളല്ല. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ഇതിലെല്ലാം കാഴ്ച മരങ്ങളാണ് കൂടുതലും. ഇതൊക്കെ നമുക്കൊരു 2000 രൂപ കൊടുക്കാം. 2000 രൂപ കൊടുക്കല്ലേ? ഇത് നമ്മളെ തായ്ലൻഡിന്റെ മാർക്കറ്റ് ലെമണാണ്. ധൈര്യത്തിൽ നമ്മുടെ കാലാവസ്ഥയിൽ വെച്ച് അത്യാവശ്യം സൈസും കിട്ടുന്നുണ്ട്, നല്ല നീരും, ചെറുനാരകന്റെ എല്ലാ ഉപയോഗം. അത് നമ്മളെ സീഡ്ലെസ് ലെമൺ ഉണ്ടല്ലോ, ഒടിച്ചു കുത്തി ഇറങ്ങുന്നതാണ്, അതല്ല കേട്ടോ ഇത്.
ഇത് ഒറിജിനൽ ചെറുനാരങ്ങൻ്റെ എല്ലാ ഉപയോഗവും ചെറുനാരങ്ങൻ്റെ വേറൊരു മാറ്റവും ഇല്ല, അതേപോലെ തന്നെ ഉള്ളതാണ്. തായ്ലാൻഡിൻ്റെ ഒരു പിന്നെ മാർക്കറ്റിൽ നമ്മളാണ് ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. നമ്മൾ അബിയുവിൻ്റെ ജയന്റ് ടൈപ്പ് അബിയു ഗ്രാഫ്റ്റ് ചെയ്തിട്ട് വെച്ചാണ്. ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചാ ഇത് ഒരു ഏകദേശം ഒരു 2 അടി ആയപ്പോൾ കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഞാനത് മണ്ണിലേക്ക് മാറ്റി വെച്ചാണ് കേട്ടോ, നിറയെ പൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ അബിയുവിന് എന്താ ഒരു പ്രശ്നം ഒരു എന്താണെന്ന് വെച്ചാൽ അബിയുവിൻ്റെ സീഡിട്ട് മുളപ്പിച്ച പല ടൈപ്പ് ഉണ്ടാണ്. ഇത് നമ്മളെ അടുത്തുള്ള വലിയ അബിയുവിന്റെ കമ്പ് എടുത്തിട്ട് ചെയ്യണതാണ്. വീഡിയോ ചെയ്തിട്ടുണ്ടാവും. ഇത് ഇതേ ഗുണം തന്നെ കിട്ടും 100%. നമ്മളിത് കായ്ച്ചിട്ട് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ തൈ കൊടുക്കുക, വിൽപ്പന തുടങ്ങുന്നുള്ളൂ. ഇതൊക്കെ ബനാന മാംഗോന്റെ എന്താ ബുഷായ തൈകൾ കേട്ടോ, നല്ല കടവണ്ണുള്ള വലിയ വലിയ തൈകളാണ്. കടവണ്ണ നല്ല സൈസ് കടവണ്ണുള്ള തൈകളുണ്ട്, അത്യാവശ്യം നല്ല ബുഷാണ്. ബനാന മാംഗോ ഇങ്ങനെ ബുഷായിട്ടുള്ള തൈകൾ കിട്ടാറില്ല. ഇതൊക്കെ എങ്ങനെ വരുന്നത്? ഇതൊക്കെ നമുക്കൊരു 1000 രൂപ കൊടുക്കാം. 1000 രൂപ കൊടുക്കല്ലേ? ഇത്രയും നല്ല ബുഷായ തൈകൾ. ഈ സ്റ്റോക്ക് തീർന്ന വരെ മിയാസാക്കിയാണ് മാംഗോ. മിയാസാക്കി നമ്മളെ മിയാസാക്കി അല്ല, ഇത് കൽക്കട്ടന്ന് വരുന്നതാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ വർഷം കായ്ച്ചിന മരങ്ങളാണെന്നാണ് അവർ പറഞ്ഞത്. നല്ല നല്ല കടവണ്ണുള്ള തൈകളൊക്കെ ഉണ്ട് കണ്ടോ, കണ്ടോ ഇതൊക്കെ കടവണ്ണം കണ്ടോ. ഇതൊക്കെ നമ്മൾ 1200 രൂപ കൊടുക്കുന്നത്, ഇത്രയും വലിയ തൈകൾ. ലോങ്ങൻ നമ്മൾ ഒരുപാട് ഏകദേശം ഒരു എന്തായാലും ഒരു 20-25 വെറൈറ്റിയോളം ലോങ്ങൻ ഉണ്ട് ഇപ്പോൾ സ്റ്റോക്ക്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ തൈകൾ എല്ലാം ഞാൻ തന്നെ ഇവിടെ ചെയ്യുന്ന തൈകളാണ്. ഇതൊക്കെ അതിൻ്റെ റൂട്ട് സ്റ്റോക്കാണ്, കാണുക കാണാം. പുതിയ വന്ന ഇഷ്ടം പോലെ ഉണ്ട്. 10,000 തൈ ഒന്നിച്ച് വന്നതാണ്. 10,000 തൈ ഒന്നിച്ച് വന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ഇത് ഈ ഒരു മാസം നമ്മളൊരു ഓഫർ കൊടുക്കാൻ പോവാണ്. അതായത് ഇത് വരുന്നത് ഡബിൾ ലോങ്ങനാണ്. ഡബിൾ ലോങ് എന്ന് പറഞ്ഞാൽ ഡബിൾ ലോങ്ങിന് എന്തായാലും 2 വർഷം കൊണ്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്, നല്ല കായ്പിടുത്തമുള്ള ഒരു വെറൈറ്റിയാണ് ഡബിൾ ലോങ്ങൻ. ഇത് നമ്മൾ കൊടുക്കുന്നത്, ഇത് ഞാൻ ഇതുവരെ കൊടുത്തിരുന്ന 500-550 രൂപയ്ക്കായിരുന്നു. ഇപ്പോൾ നമുക്കൊരു 425 രൂപയ്ക്ക് ഒരു ഓഫറുള്ള റേറ്റിൽ. അതേപോലെ ഇത് റൂബി ലോങ്ങനാണ്. റൂബി ലോങ്ങൻ നിങ്ങൾക്ക് അറിയാലോ, റൂബി ലോങ്ങൻ എന്ന് വെച്ചാൽ ഫ്ലഷ് കുറവാണ്, പക്ഷേ സ്വീറ്റിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്. ഇത് നമുക്കൊരു ഓഫറിൽ 400 രൂപ കൊടുക്കാം റൂബി ലോങ്ങൻ. അതേപോലെ നമ്മളെ 4 സീസണാണ്. 4 സീസണ് എൻ്റെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് കുറവുണ്ട്, ഒരു 100-100 പീസേ ആകുള്ളൂ ഇപ്പോൾ സ്റ്റോക്ക്. അപ്പോൾ ഇത് നമ്മളൊരു 500 രൂപക്കാണ്. അതായത് 500-ന് മുകൾക്ക് ലോങ്ങിൻ്റെ തൈകൾ ഇല്ല എന്ന് ഇപ്പം നമുക്ക് പറയാം. എല്ലാം 500 അല്ലെങ്കിൽ 500-ന് താഴേക്ക് വരികയാണ്. അപ്പോൾ വരികയാണെന്ന് പറഞ്ഞില്ല ഞാൻ, ഇത് തീർന്ന കൂട്ടൂലെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഇത് ഇപ്പൊ എന്തായാലും ഒരു ഏകദേശം ഒരു മാസത്തോളം ഓഫർ കൊടുക്കാം. അതായത് നമ്മുടെ ചാനലിന്റെ ഒരു ഓഫറായിട്ട് കൊടുക്കുക. പക്ഷെ അത് തീരുന്ന വൈറ്റ് ഒക്കെ എത്ര വേണമെങ്കിലും ഉണ്ട് കേട്ടോ. പക്ഷെ തീരൂല നമുക്ക് പറയാം. ചിലപ്പോൾ നഴ്സറിക്കാർ ഒന്നിച്ചെടുത്ത് അപ്പോൾ ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് ഇത് കൊടുക്കാം കേട്ടോ. ഇതിന് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് 4 സീസൺ. ഇതൊക്കെ ഉണ്ട്, അത് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വരുന്നുണ്ടല്ലേ. ഇത് നമുക്ക് 500 രൂപ കൊടുക്കാം. അത് ഷോഗൺ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. അതും ഡബിൾ ലോങ്ങിന്റെ പോലെ തന്നെ ഷെയിം ലീഫൊക്കെയാണ്. പക്ഷെ 1 വർഷം കൂടുതൽ പിടിക്കും കായ്ക്കാൻ, 3 വർഷം പിടിക്കും. അത് നമുക്ക് 400 രൂപ കൊടുക്കാം. ഇതൊക്കെ റൂബി ലോങ്ങൻ കേട്ടോ. ഇതൊക്കെ നമ്മൾ 400 രൂപയാണ് പറഞ്ഞത്. ഇതൊക്കെ വൈറ്റ് ലോങ്ങനാണ്. ഇതൊന്നും ഇല്ല, തൈകൾ എത്ര വേണമെങ്കിലും ഉണ്ട്. അതായത് ഇവിടെ ഉള്ളതൊക്കെ വൈറ്റ് ആണ്. വൈറ്റ് ഒക്കെ നമുക്ക് എത്രയ്ക്ക് കൊടുക്കാം? വൈറ്റ് ഒക്കെ 500 രൂപ. 500 രൂപയ്ക്ക് കൊടുക്കാം. 500 രൂപ കൊടുക്കാം വൈറ്റ് കൊടുക്കുക. ഇതാണ് ഇത് പിന്നെ എഡോസ്റ്റാറാണ്. എഡോസ്റ്റാർ എന്ന് പറഞ്ഞാൽ വിയറ്റ്നാം പിന്നെ ട്രോപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ഹോം ഗ്രോൺ ഇറക്കുന്നുണ്ടല്ലോ, ആ തൈകളാണ്. 2 വർഷം കൊണ്ട് ഗ്യാരണ്ടിയാണ് കായ്ക്കുന്നത്. നല്ല വെയിലത്ത് വെക്കണേ 2 വർഷം കൊണ്ട് കായ്ക്കും. അതെങ്ങനെ? ഇത് നമുക്ക് 400 രൂപ കൊടുക്കാം. 400 രൂപ ഇപ്പൊ ഈ ഒരു ഓഫറിലാണ് കൊടുക്കണേ. ഓക്കെ, ഇപ്പൊ നമ്മള് ഓഫറിന്റെ കഴിഞ്ഞു, കുറച്ച് പുതിയ ഐറ്റംസ് വന്നിട്ടുണ്ടല്ലോ, അതൊന്നും കണ്ടല്ലോ. അതും കാണിക്കുക. ലോങ്ങനല്ലേ? ലോങ്ങൻ ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഇതാ വെതർ ലീഫ്, ഇതാ ഫെദർ ലീഫ് ആയിട്ടുണ്ട്. ഇതാ ഇഷ്ടം പോലെ തൈകളുണ്ട്. ഇത് നമ്മൾ പുതിയൊരു വെറൈറ്റിയാണ്. ഇത് ആയി വരുന്നേ ഉള്ളൂ, ഒരു വെരിഗേറ്റഡ് പോലെയാണ് ഇത് വരുന്നത്. കൊടുക്കാനായിട്ടുണ്ട്? ഇല്ല, കൊടുക്കുക തുടങ്ങിയിട്ടില്ല. പിന്നെ ഇത് ആണ് ബ്ലാക്ക് റൂബി. തൈകൾ അവിടെ ഉണ്ട്, അപ്പുറത്തുണ്ട്, കാണിക്കട്ടോ. ഇതൊക്കെ നമ്മൾ 600 രൂപ കൊടുക്കട്ടോ. ബ്ലാക്ക് റൂബിയാണ്, പിന്നെ റൂബിയുടെ തന്നെ ബ്ലാക്ക്. സ്വീറ്റ് ലൂവിയാണ്. നമ്മൾ എൻ്റെ ഇവിടെ വന്നവും എൻ്റെ വീഡിയോ കണ്ടവരൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. എൻ്റെ വീട്ടിലുള്ള ആ സ്വീറ്റ് ലൂവി അത്യാവശ്യം സൈസും കായ വലുപ്പമൊക്കെ ഉള്ള ഒരു ഇതാണ്. ഓൾ സീസണായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ തൈകൾ ഉണ്ടാക്കി വെച്ചതാണ്. ഞാൻ ഇതുവരെ ഒരു 350 രൂപക്കാണ് കൊടുത്തിരുന്നത്. അത് നമുക്കൊരു ഓഫർ റേറ്റിൽ ഈ പറഞ്ഞ ഈ ലോങ്ങിൻ്റെ ഒക്കെ കൂട്ടത്തിൽ നമുക്കൊരു മാസം നമുക്കൊരു 300 രൂപയായിട്ട് കൊടുക്കാം. എന്തായാലും കൊണ്ടുപോയി വെച്ച് ഒരു 6 മാസം കൊണ്ട് കായ്ക്കും. അതാണ് ഇതിന്റെ പക്ക റിസൾട്ട് ഉള്ള ഒരു വെറൈറ്റിയാണ്. ഇപ്പൊ തന്നെ അതിൽ പൂവുണ്ട്. അത് അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് കണ്ട പൂവുണ്ട്, അതിലൊക്കെ കണ്ട പൂവ്. അപ്പൊ റിസൾട്ട് പക്കയാണ്. 100% വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയ തൈകളാണ്. ഞാൻ വേറെ സ്വീറ്റ് ലൂവി വേറെ വിൽപ്പന ഇല്ല ഇവിടെ. എൻ്റെ ഈ ഒരു തൈകൾ മാത്രമേ ഞാൻ ഇവിടെ വിൽക്കുന്നുള്ളൂ. ഇതാണ് ബ്ലാക്ക് ലീഫിന്റെ തൈകൾ കേട്ടോ. ഇതൊക്കെ ചെറിയ തൈകളായി വരികയാണ്. ഒരു ഏകദേശം ആണെങ്കിൽ ഒരു 100-200 പീസൊക്കെ എൻ്റെ അടുത്ത് റെഡി ആയിട്ടുണ്ട്.
ആ ഒരു 200 പൈസ നമുക്ക് ഒരു 500 രൂപയ്ക്ക് കൊടുക്കല്ലേ? ഏതായാലും മറ്റൊക്കെ 500 മേലേക്ക് അത് പറഞ്ഞിട്ടില്ല. ഇതും കൂടെ 500. ബ്ലാക്ക് ലീഫ്, അതായത് ന്യൂ ക്രിസ്റ്റൽ ബ്ലാക്ക് ലീഫ്, അതായത് നമ്മളെ കെമിക്കൽ ഒഴിച്ചിട്ട് കായ്പ്പിക്കുക എന്നുള്ള പറഞ്ഞില്ലേ, നല്ല റിസൾട്ട് ആണ്. നമ്മൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇത് പിന്നെ തായ്ലാന്റിലും പിന്നെ അതായത് ഇന്തോനേഷ്യയിലൊക്കെ മെഡിസിൻ കൊടുത്തിട്ടാണ് ഇത് കായ്പ്പിക്കുന്നത്. അങ്ങനെ ചെയ്യാ ഒരു ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ കായ്ക്കും. പക്ഷെ ചില ആളുകൾക്കൊന്നും ഇത് നടക്കുന്ന സംഭവമല്ല. ഇതൊരു കൊമേഴ്സ്യലായിട്ട് ചെയ്യുന്ന ആളുകൾക്ക്, ഇതിന്റെ ബാക്കിൽ കൂടുന്ന ആളുകൾക്ക് ഇത് മെഡിസിൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മറ്റുള്ള വെറൈറ്റികൾക്ക് അതിന് അതേപോലെ എഡോക്കൊക്കെ മാത്രമേ. പിന്നെ എൻ്റെ അടുത്തൊരു 3-4 വെറൈറ്റി പുതിയത് വന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലീഫ് ഏകദേശം ഇതിനൊക്കെ ചെറിയ ചെറിയ മാച്ച് ആയിട്ടുള്ളതാണ്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഈ മെഡിസിൻ ഒഴിച്ചു കൊടുത്താലേ കായ്ക്കൊള്ളുന്നത്. കാരണം എനിക്ക് തായ്ലാൻഡിൽ നിന്ന് ഇവിടുന്ന് വന്ന കട്ട് പീസുകളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരുകളൊക്കെ പല പല പേരുകളാണ് നമുക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഈ ബ്ലാക്ക് ലീഫും ഇതേപോലെ നമ്മൾ ഒരു 500 രൂപ കൊടുക്കുന്നത്. ഇതാണ് റൂബി ബ്ലാക്ക്, അത് റൂബിയുടെ ബ്ലാക്ക്. ഇത് നമ്മൾ കൊടുക്കുന്നത് അതേ റേറ്റിലാണ് കേട്ടോ, 500 രൂപക്ക്. മറ്റേത് നമ്മൾ 400 രൂപ കൊടുക്കണം കേട്ടോ, സാധാ റൂബി. സ്ട്രോബെറി പേര ഉണ്ടോ? യെല്ലോ പിന്നെ പർപ്പിൾ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ. അതിലും ഒന്ന് ബെസ്റ്റ് യെല്ലോ ആണ്. ഇതൊക്കെ എങ്ങനെ കൊടുക്കണേ? ഇതിപ്പോ കായ്ക്കാറായ തൈകൾ കായ്ച്ചത് വേണമെങ്കിൽ കാണിച്ചു നോക്കട്ടെ. അവിടെ ഇഷ്ടംപോലെ കായ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഉണ്ട്. ഇത്രയും വലിയ തൈകൾ നമുക്ക് 200 രൂപ കൊടുക്കാം. ഇതിന്റെ ചെറിയ തൈകൾ നമുക്ക് ഒരു 50 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട്. നമ്മൾ റംബുട്ടാന് നമ്മൾ കഴിച്ചിൽ പെട്ടെന്ന് കായ്ക്കണോ, അത്യാവശ്യം ഫ്ലഷും കാര്യങ്ങളൊക്കെ നല്ല റംബുട്ടാനായിട്ട് തോന്നിയൊരു സംഭവമാണ്. ഹോം ഗ്രോണ് കുറച്ച് മുന്നേ ഇറക്കിയിരുന്നു, മോർഗാർഡിങ് എന്ന് പറഞ്ഞത്. അവരിപ്പോൾ ഇറക്കണില്ല. എന്താ സാധനം എന്താ വെച്ചാൽ അവിടുന്ന് പുറത്ത് വരുന്നില്ല. ഒരു യെല്ലോയിലാണ് ഇത് വരുന്നത്. പെട്ടെന്ന് 2 വർഷം കൊണ്ട് തന്നെ ചെറിയ തൈ വെച്ചാൽ തന്നെ 2 വർഷം കൊണ്ട് കായ്ക്കണമുണ്ട്. നല്ല റിസൾട്ടുള്ള നല്ല റംബുട്ടാനാണ് മോർഗാർഡിങ്. അപ്പോൾ അതിൻ്റെ തൈകൾ ഇതുവരെ ആളുകൾ വന്ന് ചോദിച്ചിട്ട് കൊടുക്കാൻ കുറച്ച് ഷോർട്ട് ആയിരുന്നു. ഇപ്പോൾ ഹോം ഗ്രോണിൽ നിന്ന് കുറച്ച് തൈ എനിക്ക് കിട്ടി. പക്ഷേ എന്തായാലും ഇപ്പോൾ തൈകൾ അവിടെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ അറിവിൽ. എന്തായാലും ആ തൈകളുടെ നമ്മളൊരു സുഹൃത്ത് ചെയ്ത് തന്നിട്ട് നല്ല സൈസ് തൈകളായിട്ട് ഏകദേശം അടുത്ത വർഷം കായ്ക്കുന്ന തൈകളാക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരുപാട് തൈകൾ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒരു 100-200ഓളം പീസിൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്. വലിയ തൈകളാണ്, ചെറിയ തൈകൾ കേട്ടോ. കണ്ടോ, ഇതിപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ചാണ് കേട്ടോ. നീളത്തിൽ പോയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് ബുഷ് ആക്കണം. എല്ലാം കട്ട് ചെയ്തിട്ടുണ്ടാവും, എല്ലാം കട്ട് ചെയ്ത് വെച്ചത്. ഏകദേശം ഈ ഹൈറ്റ് ഉണ്ടായിരുന്ന മരങ്ങളാണിത്. കാരണം എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ടായിരുന്ന മരങ്ങളാണ്. അപ്പോൾ പിന്നെ ഇതാ ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാണ്. ഇതാ ഹോം ഗ്രൗണ്ട്. ചില ആൾക്കാർ പറഞ്ഞു ഹോം ഗ്രൗണ്ട് ടാഗ് അടിച്ചാവുന്നു. ടാഗ് അടിച്ചാവുന്നല്ല കേട്ടോ. ഇത് ഹോം ഗ്രൗണ്ട് തൈയാണ്. ഇത് നമ്മൾക്ക് പുറത്തുനിന്ന് ടീം ഉണ്ടാക്കി തരുന്നതാണ്. ഇത് കറക്റ്റ് ആണ്. ഞാൻ കാഴ്ച മരം കണ്ടതാണ്, അവർ തന്നെ ചെയ്തു തരുന്നതാണ്. അപ്പോൾ മോർഗാർഡിങ്ങിന്റെ തൈ ഷോർട്ടുള്ള ആളുകൾ പലയിടത്തും ഇതിന്റെ അന്വേഷിച്ച ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ എൻ്റെ അടുത്ത് ഇഷ്ടംപോലെ തൈകൾ എത്തിയിട്ടുണ്ട്. ആവശ്യക്കാർക്ക് വരാം. ഇഷ്ടംപോലെ തൈകളുടെ സ്റ്റോക്ക് ഉണ്ട്. വിയറ്റ്നാമിലെ നല്ല സൂപ്പർ തൈകൾ ഉണ്ട്. ഇതൊക്കെ നമുക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം? 150 രൂപക്ക്. 150 രൂപയ്ക്ക് കൊടുക്കാം. നല്ല തൈകൾ കേട്ടോ. അത്യാവശ്യം നല്ല ഇതിൽ തന്നെ ചക്ക പിടിക്കും കേട്ടോ. അത്രയും കാരണം മൂപ്പുള്ള തൈകൾ ഇതിൽ തന്നെ നല്ല നല്ല തൈകൾ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ ചക്ക ഉള്ളത് കണ്ടില്ല. ഈ 150 രൂപൻ്റെ തന്നെ ഏകദേശം ഇഷ്ടംപോലെ തൈകളുണ്ട്. അതിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതും അതിൻ്റെ തൈകൾ തന്നെയാണ്. മൂപ്പുണ്ട്. ചെടിക്കൊരു കരുത്ത് കുറവുള്ള പോലെ തോന്നിയിട്ടാണ്. പക്ഷെ ഒരു കുഴപ്പമില്ല. കവർ മാറ്റാത്തതുകൊണ്ട് സംഭവിച്ചാണ്. ഇത് 100 രൂപക്കാണ് കൊടുക്കുന്നത് വിയറ്റ്നാമിൽ. ഇതാ ഡാങ് സൂര്യ. ഇതാ 150 രൂപയ്ക്ക് ഡാങ് സൂര്യ. അപ്പോൾ പിന്നെ കംബോഡിയൻ്റെ ചെറിയ തൈകൾ വേണമെങ്കിൽ ഉണ്ട് 150 രൂപയ്ക്ക്. വേണമെങ്കിൽ കാണിക്കാം. എന്തായാലും ഇവിടെ ഉള്ള സ്റ്റോക്ക് ഉള്ളതാണ്. കുറച്ച് അങ്ങോട്ട് പോകേണ്ടതായതുകൊണ്ട് അതൊന്ന് ഇതിലെ കൂട്ടത്തിൽ പറയാമെന്ന് മാത്രം.